അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു എ ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ ഇതുപോലൊരു എ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല എന്ന്. വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഡേയ്സ് ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസത്തെ മാത്രം കാണിച്ചിട്ട് ഞാൻ അതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, കമ്മിങ് ടു ദി വീഡിയോ. സോ ഇന്ന് രാവിലെ തന്നെ ഭയങ്കര നല്ല മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് രാവിലത്തെ ആ ഒരു തണുപ്പ് കാരണം വന്നിക്കാണെന്നാണ്. പക്ഷെ അല്ല, ഇന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ രാവിലെ നീച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല. എന്നത്തെയും പോലെയൊക്കെ തന്നെയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, മാറ്റുക, പോവുക, അതൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ എല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കോളേജിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു നോർമൽ ഡേ തന്നെയാണ്. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്ലാസ് റൂം. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും വേറെ വേറെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ തേർഡ് ഇയറിൽ ഈ ക്ലാസ്സിലേക്ക് വന്നു. എനിക്കെൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇപ്പോഴുള്ള ഈ ഒരു ക്ലാസ് ആട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ഗ്രൗണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ക്യാമറയിൽ അറിയണമൊന്നുമില്ല. അങ്ങനെ കോളേജൊക്കെ വിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത് ചായക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ റസ്ക്കും 2 മുട്ടായും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ന്യൂഡിൽസ് സെക്ഷനിൽ ഞാൻ വെറുതെ ഓരോ പുതിയ എന്തെങ്കിലും വന്നിക്കണോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി ചായയൊക്കെ കുടിച്ചിട്ടോ. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇതിന് മുന്നേ എടുത്തതാട്ടോ. പക്ഷെ കണ്ടപ്പോൾ രസമായി തോന്നിയപ്പോൾ ഇടയിൽ കയറ്റിയതാണ്. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് കുറേ ആയി എന്തെങ്കിലുമൊക്കെ ഒന്ന് ജേർണലിങ് എഴുതിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന്. കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് മൈൻഡ് പോസിറ്റീവ് ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജേർണലിംഗ് ഒക്കെ എഴുതാൻ നല്ലതാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഉള്ളൂ ഞാനിത് ചെയ്യുള്ളൂ, എന്നൊന്നും ചെയ്യലില്ല. സോ ജസ്റ്റ് ഒന്ന് മേലെ ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കാം കേട്ടോ. സോ അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അന്ന് വൈകുന്നേരം ഞാൻ ബനാനയും നെയ്യും വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പഴുത്ത ഒരു ബനാനയാണ് വേണ്ടത്. പക്ഷെ ഇതിലുള്ളതൊക്കെ പച്ചയാണ്. അപ്പോൾ കുറച്ചേലും പഴുത്തത് ഏത് ബനാന വെച്ചാൽ അത് എടുക്കാച്ചിട്ടാട്ടോ ഞാൻ. പിന്നെ ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. ബനാനയും നെയ്യും ശർക്കരയും കേട്ടോ നമുക്കിതിന് വേണ്ടത്. ആദ്യം നെയ്യും ബനാനയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ ശർക്കര ആഡ് ചെയ്യുക. പക്ഷെ ഞാൻ ശർക്കര ആഡ് ചെയ്യണതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ തേങ്ങയും നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് തേങ്ങ ഒന്നും ഇട്ട് കഴിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിത് ആയപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഞാൻ പ്രത്യേകിച്ചൊന്നും ഇനിയിപ്പോൾ ചെയ്യണില്ല. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും എന്നൊക്കെ. അതൊക്കെ ഇപ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എനിക്ക് ചെയ്യണം എന്നുണ്ട്, ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.